ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല പൂരിക്ക് പറ്റിയ ഒരു പൊട്ടറ്റോ മസാലക്കറി ഉണ്ടാക്കിയതാണ്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പൊട്ടറ്റോ മസാലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പൂരി മസാല ഉണ്ടാക്കുന്നതിന് ഞാൻ 4 പൊട്ടറ്റോ ആണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പൊട്ടറ്റോ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നമുക്കൊന്ന് വെന്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്തെടുക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി പൂരി മസാലയൊന്ന് വഴറ്റിയും കൂടി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ആ കടുക് ഉഴുന്നുമെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പച്ചമുളകാണ്, ഒരു 4 എണ്ണം നെടുകെ പിളർന്നതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. രണ്ട് ഉണക്കമുളകും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആ എണ്ണയ്ക്കകത്തേക്കിട്ട് വഴറ്റിയതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതൊന്നും നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒന്നിച്ചാക്കി കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ അതിന് നല്ല കളറ് കിട്ടും. ഈ വഴന്ന് വന്ന ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വരണം. മസാലയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെന്ത ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നല്ലതായിട്ട് വെന്ത് ഉടച്ചെടുക്കണം. നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. വേകുന്ന ഈ പൊട്ടറ്റോയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് തുറന്നൊന്നിൻ്റെ വെള്ളം വറ്റുമെന്ന് നോക്കാം. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. നന്നായിട്ട് പൊട്ടറ്റോയും എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.